അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായ സ്ഥാനം ഏറ്റെടുക്കുന്ന ഇനാഗുറൽ ചടങ്ങ് അവിടെ വെച്ച് ഒരു ബിഷപ്പ് ട്രംപിനെ എന്തോ കയറി ചൊറിഞ്ഞു. ട്രംപ് തിരിച്ചു കൊടുത്തെന്നും കേട്ടു. അങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. വാഷിങ്ടൺ സിറ്റിയിൽ നാഷണൽ കത്തീഡ്രൽ അവിടെ ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ട്രംപിൻ്റെ കുടുംബാംഗങ്ങൾ JD വെയിൻസ് ഉണ്ടല്ലോ, വൈസ് പ്രസിഡന്റ് ഉഷ ചിലക്കുറി ഉൾപ്പെടെയുള്ള രണ്ടുപേരുടെയും ഫാമിലി പങ്കെടുക്കുന്ന ട്രംപിൻ്റെ മക്കൾ ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. അതിനു വേണ്ടിയിട്ട് എനിക്കൊരു കുർബാന പോലൊരു ചടങ്ങ്, കുർബാനയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ക്രിസ്ത്യൻ ടെർമിനോളജി എനിക്ക് കിട്ടുന്നില്ല. ആ ചടങ്ങ് നടക്കുകയാണ്. അതൊരു പ്രാർത്ഥനയാണ്. ഒരു പുതിയ സ്ഥാനാരോഹണം നടക്കുന്നു. ഇനി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ വേണ്ടി ദൈവിക പ്രാർത്ഥന. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് ബൈബിൾ വെച്ചിട്ടാണ്. അവർ ക്രിസ്ത്യൻ വിശ്വാസധാരയിൽ മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്ത്യാനി, ആപാത ചൂട ക്രിസ്ത്യാനിയാണ് ട്രംപ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ ചടങ്ങ് നടന്നു. പ്രാർത്ഥനാ ചടങ്ങിൽ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് ഒരു ബിഷപ്പാണ്. ബിഷപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ പറയാം, നമ്മുടെ ഇന്ത്യക്കാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പ്രത്യേകതയുണ്ട്. അമേരിക്കയിൽ വനിതാ ബിഷപ്പുണ്ട്, ഇവിടെ വനിതാ വികാരി പോലും ഇല്ല. ഇന്ത്യയിൽ ഇവിടെ ഇപ്പോൾ മുന്നോട്ട് തിരിഞ്ഞ് നിൽക്കണോ പുറകോട്ട് തിരിഞ്ഞ് നിൽക്കണോ നോക്കി അടിയോടടിയാണ്. ക്രിസ്ത്യാനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. മുനമ്പത്തെ പാവങ്ങൾ എന്നിറക്കി വിടുമെന്ന് അറിയാൻ വരാതെ കഷ്ടപ്പെട്ട് 102 ദിവസമായി സമരം ചെയ്യുന്നു. അപ്പോഴും അവരുടെ വാതുക്കെ കൊണ്ടുവന്ന് സമരക്കാരുടെ മുന്നിൽ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കുകയാണ്. എന്താണെന്നറിയോ? മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെയാണ്, വഖഫ് സംരക്ഷണ സമിതി എന്നും പറഞ്ഞു. അത്രയ്ക്കുള്ള വലിയ പ്രതിസന്ധി ഇന്ത്യയിൽ, കേരളത്തിൽ, ലോകത്തെമ്പാടും, ബ്രിട്ടനിലൊക്കെ ക്രിസ്ത്യാനിറ്റി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ക്രിസ്ത്യാനിറ്റി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എപ്പോഴും നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് തിരിയണോ? അതിന് വേറൊരു ഭാഷ ഇവിടെ പറയാറുണ്ട്. എന്താ തർക്കത്തിൻ്റെ പ്രശ്നം? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ശരിക്കും എന്താ പ്രശ്നം? അപ്പോൾ ഒരാൾ പറഞ്ഞു, മുന്നോട്ട് തിരിഞ്ഞ് നിൽക്കണോ പുറകോട്ട് തിരിഞ്ഞ് നിൽക്കണോ എന്നുള്ളതാണ് പ്രശ്നം. അതിന് വേറൊരു ഭാഷയാണ് എന്ത് ചോദിച്ച് അതിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് അറിയാം, ആളുകൾക്കറിയാം. അതിൻ്റെ അങ്ങനെ ആ കുർബാന വേണോ ഈ കുർബാന വേണോ എന്നുള്ള തർക്കമാണെന്ന് ഒരാൾ സരസമായി പറഞ്ഞു. ആലോചിക്കുമ്പോൾ അത് ശരി തന്നെയാണ്. അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ക്രൈസ്തവർ, ഓർത്തഡോക്സും യാക്കോബയും തമ്മിൽ അടിയോടടിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഈ അടി. അപ്പോൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് ക്രൈസ്തവ സഹോദരന്മാർ തമ്മിൽ തല്ലുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അവിടെ വനിതാ ബിഷപ്പുണ്ട്. വനിതാ ബിഷപ്പിൻ്റെ പേര് എപ്പിസ്കോപ്പൽ ബിഷപ്പ് മരിയൻ എഡ്ഗർ ബഡി. മരിയൻ എഡ്ഗർ ബഡി ഇവരൊക്കെ ഇരിക്കുമ്പോൾ മൈക്കെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ട്രംപ് വന്നത് നല്ല കാര്യം, പക്ഷേ ട്രംപ് ചെയ്യുന്നത് ശരിയല്ല. ഒറ്റ അഭയാർത്ഥികൾ ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നത് കഷ്ടമാണ്. ഇവിടെയുള്ള അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്ന ആളുകളൊക്കെ പുറത്താക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പട്ടാളക്കാരെ വെച്ചിരിക്കുന്നു. ഡീപ്പോർട്ട് ചെയ്യാൻ, നാട് കടത്താൻ വേണ്ടി ഒരു മന്ത്രാലയം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് കുപ്രസിദ്ധി നേടിയ ബോർഡർ സാർ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരാളെ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പേടിയാണ്. അവരിവിടെ വന്നു പോയില്ലേ? അവർക്ക് ജീവിക്കണ്ടേ? അവർ മനുഷ്യരല്ലേ? അവർ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കാനുള്ളതാണ്. പാപ്പ തന്നെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മൈഗ്രൻസിനെ, കുടിയേറ്റക്കാരെ, നുഴഞ്ഞുകയറ്റക്കാരെ ഓടിക്കാൻ പാടില്ല, എല്ലാ വാതിലും അമേരിക്ക തുറന്നു കൊടുക്കണം. അതുകൊണ്ട് ട്രംപ് ചെയ്യുന്നത് ശരിയല്ല. ഇവരെയൊക്കെ ഈ കുടിയേറ്റക്കാരെ 15 ലക്ഷം പേരെ നാട് കടത്തുമെന്നൊക്കെ പറഞ്ഞ് ശരിയല്ല. അവർ മനുഷ്യരാണ്. അവരെ കർത്താവിൻ്റെ പാതയിൽ സ്നേഹിച്ച് അവരെ ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കണം. അവരിൽ ഭൂരിപക്ഷം പേര് മുസ്ലിമുകളുണ്ടായിരിക്കാം. അതിനെന്താ കുഴപ്പം? അപ്പോൾ ഈ ട്രംപിൻ്റെ കേൾക്കല്ലേ ഇതൊക്കെ? ട്രംപ് ഇരിക്കുന്നു. അപ്പോൾ ക്യാമറകൾ ട്രംപിൻ്റെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്തു. ട്രംപിങ്ങനെ ട്രംപിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നു. അപ്പോൾ വൈസ് പ്രസിഡന്റ് JD വെനീസ് ഇങ്ങനെ ട്രംപിനെ നോക്കുന്നു. ട്രംപിൻ്റെ മുഖം ദേഷ്യപ്പെട്ട പുള്ളിക്ക് ദേഷ്യം വന്നു. ട്രംപിൻ്റെ ബാക്കിയുള്ളവരൊക്കെ കൈതിരുമെന്ന് അസ്വസ്ഥരാകുന്നു. പക്ഷേ ട്രംപ് ആദ്യത്തെ ദിവസം പ്രഖ്യാപിച്ച നയങ്ങളെ പരസ്യമായി ഒരു മതവേദിയിൽ തള്ളിപ്പറയുകയാണ് ഈ ബിഷപ്പ്. അപ്പോൾ അതിന് തൊട്ടുമ്പോൾ പാപ്പ പറഞ്ഞു, പാപ്പ ഒരു ഇറ്റാലിയൻ ടോക്ക് ഷോയിൽ വന്നിട്ട് പറഞ്ഞു, ട്രംപ് ഇങ്ങനെയൊക്കെ മുസ്ലിമുകളെ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കണം, അഭയാർത്ഥികൾ പറ്റില്ല എന്ന് പറയുന്ന ട്രംപ് ക്രിസ്ത്യാനിയല്ല എന്ന് പാപ്പ പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ, പാപ്പ പറഞ്ഞതിൻ്റെ എനർജിയും കൊണ്ടാണ് നമ്മുടെ അഭിവന്ദ്യ ബിഷപ്പ് വന്ന് തള്ളിയത്. പക്ഷേ ഏതായാലും ട്രംപ് ഒരു തീരുമാനം എടുത്തപ്പോൾ, ഒരു പുരോഹിതയ്ക്ക് വന്ന് വിമർശിക്കാമെന്ന് വെച്ചാൽ വിമർശിക്കാം. പക്ഷേ ട്രംപ് എടുക്കുന്ന നിലപാട് എന്തിനാണ്? രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ, മതം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ വീഡിയോ പാപ്പ പറഞ്ഞല്ലോ ട്രംപ് ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ താഴെ അതിൻ്റെ തമ്പുകൾ കമൻറ്റ്സ് ഞാൻ വായിച്ചു. ലോകത്ത് ഈ കേരളത്തിലുള്ള മലയാളി ക്രൈസ്തവ സഹോദരങ്ങൾ ഒരാളും ട്രംപിനെതിരെ പാപ്പ നടത്തിയ വിമർശനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് ചിലത് വായിച്ചത് പാപ്പയെക്കാളും വലിയ ക്രിസ്ത്യാനി ട്രംപാണെന്ന് പറയുന്നു. കാരണം ക്രിസ്ത്യാനിറ്റി ലോകത്ത് വലിയ ഭീഷണി നേരിടുകയാണ്. 230 കോടി ജനസംഖ്യയ്ക്കുണ്ട്. പക്ഷേ നോക്കൂ, നമ്മുടെ കേരളത്തിൽ പോലും നോക്കൂ. കേരളത്തിൽ ഒരു കാലത്ത് വലിയ സ്വാധീനം, അല്ലേ?
എല്ലാ രാഷ്ട്രീയക്കാരും പള്ളി പറയുന്നതിനപ്പുറത്ത് ചെയ്യില്ലായിരുന്നു. അരമനകളിൽ പോയിട്ടാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇല്ല, എല്ലാവരും മലപ്പുറത്തോട്ടാണ് പോണത്. ക്രിസ്ത്യാനികൾക്ക് 80-20 അല്ലേ ന്യൂനപക്ഷാവകാശങ്ങൾ പങ്കുവെച്ചപ്പോൾ 80% ആർക്ക് കൊടുത്തു? ഒരു സമുദായത്തിന് കൊടുത്ത്. ക്രിസ്ത്യാനിക്കൊന്നുമില്ല 20%. ഇങ്ങനെ ക്രിസ്ത്യാനി കേരളത്തിൽ തൊട്ട് നോക്കിയാൽ ക്രിസ്ത്യാനി സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. ക്രിസ്തീയ രാജ്യങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ക്രൈസ്തവ രാജ്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ആരാ പകരം വരുന്നത്? മുസ്ലിം രാജ്യങ്ങൾ ന്യൂനപക്ഷം പെട്ടെന്ന് ഭൂരിപക്ഷം വന്നു. എങ്ങനെയാണ് അധികാരം? UK അടക്കമുള്ള രാജ്യങ്ങൾ ജനസംഖ്യയിൽ വലിയ തോതിൽ അഭയാർത്ഥികൾക്ക് ഭൂരിപക്ഷം വന്നിട്ട് വലിയ പ്രശ്നങ്ങൾ നേടുക. ലോകത്ത് ഔദ്യോഗികമായി ക്രിസ്ത്യാനിറ്റിയാണ് ഔദ്യോഗിക മതമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ബ്രിട്ടൻ. കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന് വലിയ സ്വാധീനമുള്ള, രാജാവിനെ പോലും വാഴിക്കുന്ന ചടങ്ങിൽ നിർണായക സ്വാധീനം കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനാണ്. അങ്ങനെയുള്ള ബ്രിട്ടനിൽ 17 മേയർമാർ ഇപ്പോൾ പാകിസ്ഥാൻ ക്രിസ്ത്യാനികളാണ്, പാകിസ്ഥാൻ മുസ്ലിങ്ങളാണ്. അപ്പോൾ വലിയ ജനസംഖ്യയിൽ അവിടുത്തെ തദ്ദേശവാസികളായ വെള്ളക്കാരേക്കാൾ കൂടുതലായിരിക്കുന്നു അഭയാർത്ഥികളായി വന്നിരിക്കുന്ന മുസ്ലിമുകളുടെ എണ്ണം. തെരുവുകളിൽ ഇറങ്ങി നിന്നാൽ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ പോകുന്ന പോലെയാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ സന്ദർശിക്കുന്ന പലരും പറയാറുണ്ട് UK ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡെമോഗ്രാഫിയിൽ വന്നു കയറിയവർ രാജ്യത്തെ ഡെമോഗ്രാഫിയെ അട്ടിമറിച്ച് അവിടുത്തെ പരമ്പരാഗത ക്രിസ്ത്യൻ കൾച്ചറിനെ അട്ടിമറിച്ച് അവർ ഭൂരിപക്ഷമാകുന്ന സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക ആ പരിപാടി ഇനി വേണ്ട, ഇനി അമേരിക്ക ഫസ്റ്റ്, ആദ്യമല്ല അമേരിക്കക്കാർക്ക് ആദ്യം, അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയെ ലോകത്ത് ഒന്നാം നമ്പർ രാജ്യമായി ശത്രുക്കളുടെ മുന്നിൽ തല നിവർത്തി അമേരിക്ക അഭംഗുരം തുടരണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഉദാഹരണമാണ്. അപ്പോൾ അത് കണ്ടിട്ട് ട്രംപ് നിലപാടെടുക്കുമ്പോഴാണ് പാപ്പ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പാപ്പയെക്കുറിച്ച് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ്, അർജൻറ്റീനക്കാരനാണ്, പഴയ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഇരിക്കുകയാണ് ഈ ബിഷപ്പ് കയറി ഈ ഡയലോഗ് അടിച്ചത്. ട്രംപിന് ഭയങ്കര ദേഷ്യം വന്നു, ട്രംപിന് ഇഷ്ടക്കേടുണ്ടായി. കാരണം ഒരു ഔദ്യോഗികമായി ട്രംപ് തൻ്റെ ആദ്യമായി തീരുമാനങ്ങളെടുത്ത് ഒപ്പൊക്കെ വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് തൻ്റെ സർക്കാരിൻ്റെ സദ്ഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയെ ഏൽപ്പിച്ച് ആ ബിഷപ്പിനെയും വിളിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ ബിഷപ്പ് കാണിച്ചത് സന്ദർഭത്തിന് നിരക്കാത്ത പ്രവൃത്തിയായിപ്പോയി. അത് കുത്തിത്തിരിപ്പായിട്ട് ബിഷപ്പ് വന്നതാണ്. ബിഷപ്പ് അപ്പോൾ ട്രംപിനെ വിമർശിക്കുന്ന പോലെ ട്രംപ് ചെയ്യുന്നത് ശരിയല്ല, ട്രംപിൻ്റെ നയം മാറ്റണം, ഉത്തരവ് ഒപ്പിട്ടിട്ട് മഷി ഉണങ്ങിയില്ല. അതിനു മുമ്പ് പരസ്യമായി ഒരു മതപുരോഹിത ഇങ്ങനെ ട്രംപിനെ വിമർശിച്ചത് ട്രംപിന് വല്ലാത്ത ഇഷ്ടക്കേടുണ്ടായി. ട്രംപ് ആ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ട്രംപിനോട് ആൾ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഈ കുർബാന, ഈ പ്രാർത്ഥനാ ചടങ്ങ്, ശുശ്രൂഷ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ് വെറുപ്പിച്ച് കളഞ്ഞു, ശുശ്രൂഷ വല്ലാതെ മുഷിപ്പിച്ചു, കുറച്ചുകൂടെ നന്നായിട്ട് നടത്താമായിരുന്നു എന്ന് പറഞ്ഞ് ക്ഷോഭത്തോടെ ട്രംപ് ഇറങ്ങിപ്പോയി. അപ്പോൾ അവരെയൊന്നും പറഞ്ഞില്ലേ? അവരെ ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ട്രംപല്ലേ. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ട്രംപിൻ്റെ കളി അവിടെ തീർന്നില്ല. ട്രംപിന് സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ട്രംപ് എന്നിട്ട് എഴുതി, ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, ബിഷപ്പൊക്കെയാണെന്നാണ് പറയുന്നത് ബിഷപ്പാണെന്നാണ് പറയുന്നത്. ഞാൻ അവരുടെ റെക്കോർഡൊക്കെ പരിശോധിച്ചു, കടുത്ത ഇടതുപക്ഷക്കാരിയാണ്, തീവ്ര ഇടതുപക്ഷക്കാരിയാണ്. അതുമാത്രമല്ല അവരുടെ രക്തത്തിൽ മുഴുവൻ ട്രംപ് വിരോധിയാണ് എന്നൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ട്രംപിനെ ബിഷപ്പ് ഒന്ന് ചൊറിഞ്ഞു, ട്രംപ് തിരിച്ചു മാന്തി. അപ്പോൾ നോക്കൂ, ട്രംപ് എടുക്കുന്നത്, അപ്പോൾ മാഗ എന്ന് പറയുന്ന ഒരു വലിയ അമേരിക്കൻ മൂവ്മെൻ്റ് ഉണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ വേറെ കാര്യം, ട്രംപ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് H-1B വിസയുടെ കാര്യമുണ്ടല്ലോ. പക്ഷേ ട്രംപ് അത് പറയുന്നത് അത് വേണം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ഈ വിസ കിട്ടി 2-3 വർഷത്തേക്കുള്ള ലിമിറ്റഡ് പീരീഡ് വിസയാണ് ഈ വിസ. അപ്പോൾ അത് കിട്ടി അവിടെ ചെല്ലുന്നവർ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. അപ്പോൾ ഈ വിസ കൊടുക്കരുത്, H-1B വിസ കൊടുക്കുന്നതിനെതിരെ ഈ മാഗ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാഗ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ട്രംപ് നടപ്പാക്കി. എന്നിട്ട് ഇത് വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് നല്ല തൊഴിലാളികൾ, നല്ല വൈൻ സെർവ് ചെയ്യുന്ന ആളുകളെ വരെ കിട്ടും, മദ്യം ഒഴിച്ചു തരുന്നവരെയും ക്വാളിറ്റി ഉള്ളവരെ കിട്ടും, നല്ല വെയിറ്റർമാരെ വരെ കിട്ടും. അതിലൂടെ ട്രംപ് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഈ വെയിറ്റർമാരെ കിട്ടും, നല്ല മദ്യം ഒഴിച്ച് കിട്ടുന്നവരെ വരെ ഈ വിസ നമ്മൾ കൊടുത്താൽ കിട്ടും എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ വളരെ കീ പോസ്റ്റുകളില്ലേ അതിലേക്കൊന്നും ഞങ്ങൾ ആരുള്ള വിളിക്കുന്നില്ല, താഴ്ന്ന പോസ്റ്റുകളിലാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു. മദ്യശാലകളിലും ഹോട്ടലുകളിലും ഒക്കെ തൊഴിലാളികളെ ആവശ്യമുണ്ട്, അത് നിങ്ങളത് ചെയ്യാൻ തയ്യാറല്ലല്ലോ, അതുകൊണ്ട് വരട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സൂചന, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ആശങ്കപ്പെടേണ്ട,
ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് അത് എലീറ്റ് പ്രൊഫഷണലുകളെ എല്ലാ രാജ്യങ്ങളും എടുക്കുന്നുണ്ട്, അത് അമേരിക്ക എടുക്കും. അല്ലാത്ത വർക്ക് ഫോഴ്സ് ഉണ്ട്. ഇന്ത്യക്ക് ഒരു മെസ്സേജ് ഉണ്ട്, അതായത് സാധാരണ ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെൽക്കം എന്നുകൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്ന എല്ലാ വാക്കുകളും വളരെ ആലോചിച്ച് സൂക്ഷിച്ചുറച്ച് പറയുന്ന വാക്കുകളാണ് എന്ന് 2 ദിവസം കൊണ്ട് പ്രൂവ് ചെയ്തു. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് കടുത്ത കത്തോലിക്ക ട്രംപ് കടുത്ത ക്രൈസ്തവ വിശ്വാസി ആയിരിക്കെ തന്നെ കാത്തലിക് ചർച്ചിൻ്റെ ഭാഗത്തു നിന്ന് ട്രംപിനെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ. അപ്പോൾ പാപ്പ ഇങ്ങനെ ആയതുകൊണ്ടാണ് ബിഷപ്പ് ഇങ്ങനെ ആവുന്നത്. അതെ, അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ പാപ്പ കാണിച്ച ഈ ക്രിസ്മസിന് കാണിച്ചത് ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ദഹിച്ചില്ല. പാപ്പയ്ക്ക് തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. അതായത് വത്തിക്കാനിൽ പുൽക്കൂടുണ്ടാക്കി, പുൽക്കൂട്ടിൽ ഉണ്ണിയേശു കിടന്ന് ഇത്തവണ കഫിയക്കകത്ത്, അതായത് പലസ്തീൻ്റെ പരമ്പരാഗതമായ പാരമ്പര്യ കച്ചയ്ക്കകത്ത് ഉണ്ണീശോയെ കിടത്തിയിട്ട് പാപ്പ അടുത്തിരിക്കുന്ന ചിത്രം വത്തിക്കാൻ്റെ സൈറ്റിൽ വന്നു. വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ അത് മാറ്റേണ്ടി വന്നു, മണിക്കൂറുകളിൽ മാറ്റേണ്ടി വന്നു. അപ്പോൾ പാപ്പ ചിന്തിക്കുന്നത് മാർ പാപ്പയല്ല. ഇപ്പോൾ ഞാനൊരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. ഇത് മാർ പാപ്പയല്ല, മാർ കാക്കയാണെന്ന് ഒരു ക്രൈസ്തവ സഹോദരൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പാടില്ല. പാപ്പയ്ക്ക് പാപ്പയുടേതായ ആദർശങ്ങൾ ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ ലാറ്റിൻ അമേരിക്കൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസം അലിഞ്ഞു ചേർന്നിരിക്കാം. ഇപ്പോൾ ചില ബിഷപ്പുമാർക്കും ഒക്കെ ഇത് ബിഷപ്പ് തീവ്ര ഇടതുപക്ഷക്കാരിയാണ്, ഇടതുപക്ഷ ചിന്താഗതിയുള്ള ബിഷപ്പാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞതെന്ന് ട്രംപ് പറയുന്നില്ല. ട്രംപ് ഉന്നം വെക്കുന്നത് ശരിക്കും പാപ്പയെ തന്നെയാണ്. കാരണം ഇടതുപക്ഷ സ്വഭാവമുള്ള പാപ്പ അവിടെ ഇരിക്കുമ്പോൾ ബിഷപ്പ് ഇടതുപക്ഷക്കാരി ആവുമല്ലോ. പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ വലതുപക്ഷ രീതിയിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷ ഏതായാലും ട്രംപിൻ്റെ സർക്കാരിന് നല്ല ഭാവി ശ്രേയസ് ഉണ്ടാവാനുള്ള പ്രാർത്ഥനയാണോ ഇനിയിപ്പോൾ ആ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.